ഇത്രയും ഹീനമായൊരു ആക്രമണം പ്രധാനമന്ത്രിക്കെതിരെ അവർ പ്ലാൻ ചെയ്തതായിരുന്നു. എന്നാൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ വേണമെങ്കിൽ സെക്യൂരിറ്റി സ്റ്റാഫിനെ വെച്ച് ഇപ്പോൾ 4:52 8 മിനിറ്റ് ഇപ്പം ധാരാളമാണ് സെക്യൂരിറ്റി അവിടെ അറേഞ്ച് ചെയ്യാനായിട്ട്. ലോക്സഭയിൽ സെക്യൂരിറ്റി കൊടുത്തിട്ട് പ്രൈം മിനിസ്റ്ററെ കൊണ്ട് പ്രസംഗിപ്പിക്കുക. ഭരണകക്ഷി ബെഞ്ചിലേക്ക് ഓപ്പോസിഷൻ ബെഞ്ചിൽ നിന്ന് ഇവർ ഓടി എത്തണമെങ്കിൽ അതിന് കുറച്ച് സമയമെടുക്കും. അതിനുള്ളിൽ ഇവരെ വഴിയിൽ വെച്ച് തന്നെ തടയാൻ പറ്റും. അങ്ങനെ അവർക്ക് ഓടിക്കേറിയൊന്നും ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ വേണമെങ്കിൽ അത് ചെയ്യാമായിരുന്നു. ഇപ്പോൾ സ്പീക്കർ ഒരു പക്ഷേ തീരുമാനിച്ചു അത്രയും കടുപ്പപ്പെട്ട് അവർക്കോ ബോധമില്ല, നമ്മളും അതുപോലെ ചെയ്യണ്ട എന്ന് വിചാരിച്ചായിരിക്കും അത് മാറ്റിവെച്ചത്. ഏതായാലും ആ ഇഷ്യൂ ഡിഫ്യൂസായി. ബട്ട് ആ ടെൻഷൻ ഇപ്പോഴും നിലനിൽക്കുന്നു രണ്ട് കൂട്ടരും തമ്മിൽ. ഈ നേരത്തെ തന്നെ ഒരു പ്രാവശ്യം രാഹുൽ ഗാന്ധി പോയി നരേന്ദ്രമോദിയെ കെട്ടിപ്പിടിക്കാൻ പോയി. ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഈ ഒരു ബുദ്ധിയിൽ നിന്നായിരിക്കും ഇതും കൂടെ വന്നേക്കുന്നത്. ഞാൻ അതിന് മുമ്പ് ഈ പറഞ്ഞ ഈ കെട്ടിപ്പിടിച്ച സംഭവത്തിന് മുമ്പ് ദേവഗൗഡയോ അതോ ഗുജറാളോ പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ ശരദ് യാദവ് മരിച്ചുപോയി, അദ്ദേഹം ജനതാദൾ യുണൈറ്റഡിൻ്റെ. ശരദ് യാദവ് ഒരു തവണ ട്രഷറി ബെഞ്ചിലേക്ക് പോയിട്ട് മന്ത്രിയുടെ കയ്യിൽ നിന്ന് ബില്ല് വാങ്ങിച്ച് കീറിക്കളഞ്ഞിട്ടുണ്ട്. അതാണ് എൻ്റെ ഓർമ്മയിൽ ഏക സംഭവം. ഓപ്പോസിഷൻ ബെഞ്ചിൽ നിന്ന് ട്രഷറി ബെഞ്ചിലേക്ക് ഒരാൾ വന്ന സംഭവം. പിന്നെ ഞാൻ കാണുന്നത് ഈ രാഹുൽ ഗാന്ധിയുടെ ഈ കോമാളിത്തരമാണ്, മോദിയെ വന്ന് കെട്ടിപ്പിടിച്ചതാണ്. അല്ലാതെ സാധാരണയിൽ ബെഞ്ച് ഫ്ലോർ ക്രോസ് ചെയ്ത് അപ്പുറത്തെ ഭാഗത്തേക്ക് ആരും പോകാറില്ല. അപ്പോൾ തങ്ങളുടെ സ്പേസിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കുന്നതല്ലാതെ അങ്ങോട്ട് പോകാറില്ല. അസംബ്ലിയിൽ പോയിട്ടുണ്ട്. ഇപ്പോൾ കേരള അസംബ്ലിയിൽ ശിവൻകുട്ടി പിന്നെ അത് അന്ന് ആണും പെണ്ണും പോലും തിരിച്ചറിയാൻ മേലാതെ ആകെ വലിയ ബഹളമായിരുന്നില്ല. അത് ചെയ്തിട്ടുണ്ട്. ലോക്സഭ കുറച്ചുകൂടെ അന്തസ്സ് കാണിക്കാമായിരുന്നു കോൺഗ്രസ്സിന്. പക്ഷേ ഇതിപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് ഈ ഒരു മൂന്നാമത്തെ മോദി സർക്കാരോട് വന്നപ്പോഴേക്കും ഫ്രസ്ട്രേഷൻ്റെ അങ്ങേ അറ്റത്തെത്തി എന്നുള്ളതാണോ ഇത് കാണിക്കുന്നത്? കാര്യം ഇത്രയുമൊക്കെ ചിന്തിക്കാമെന്ന് സംശയം എന്താ? സംശയം കാരണം ഒരാക്രമണവും ഒന്നും ഏൽക്കുന്നില്ല. മാത്രമല്ല ഇത്തവണ ഭൂരിപക്ഷം ഇല്ലാത്ത മോദി ഭൂരിപക്ഷമുള്ള മോദിയേക്കാളും ആത്മവിശ്വാസത്തോടെ കാണപ്പെടുന്നു. സാധാരണ ഒന്ന് ഹാങ്ങിങ് ഷോൾഡേഴ്സ് ഇങ്ങനെ ആകണമല്ലോ ഭൂരിപക്ഷം ഇല്ലാതെ വരുമ്പോൾ. ഒന്നുമില്ല, പഴയതിലും ഗംഭീരമായിട്ട് നെഞ്ചു വിരിച്ച് നടക്കുന്നു. അതുപോലെ റൂത്ത്ലെസ്സായിട്ട് ഡിസിഷൻ എടുക്കുന്നു. ആരും ചോദിക്കുന്നില്ല. JDU പിന്തുണ പിൻവലിക്കുന്നൊക്കെ വിചാരിച്ചു. കേരളത്തിൽ മീഡിയ ആഘോഷമായിരുന്നു. JDU അത് ചെയ്യും, JDU ഇത് ചെയ്യും, ചന്ദ്രബാബു നായിഡു അങ്ങനെ ചെയ്യും. രണ്ടുപേരുടെ പേര് പോലും ഇപ്പോൾ ഇവർ സംസാരിക്കുന്നില്ല. ഒന്നും നടക്കുന്നില്ല. അപ്പം അതിൻ്റെ ഫ്രസ്ട്രേഷൻ തീർച്ചയായിട്ടും ഉണ്ട്.